മനുഷ്യന് വീണ്ടും നന്മ പുറപ്പെടുവിക്കുവാനുള്ള ഒരു അവസരം നൽകുന്ന പ്രക്രിയയാണ്. മനുഷ്യ ഹൃദയത്തിലേക്ക് മിശിഹ എന്ന നല്ല നിക്ഷേപത്തെ ദൈവം നൽകി. മിശിഹായെ സ്വീകരിച്ച മനുഷ്യവംശം വീണ്ടും ദൈവമകൻ ദൈവമകൾ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരാകുന്നു. ഇനി ഞാനും ദൈവവും ഒന്നാണ്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതിനും സംസാരിക്കുന്നത്. വരാനിരിക്കുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. നന്ദി. ഈശോയ്ക്ക് സ്തുതി. നമസ്കാരം. സ്നേഹവും ത്യാഗവുമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് എന്ന വലിയ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്മസ് കൂടി വരവായി. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ഉണ്ണിയേശുവിൻ്റെ പിള്ളത്തൊട്ടിലായി മാറിയ പുല്ല് നിറച്ച പുൽത്തൊട്ടിൽ. സസ്യങ്ങളിലും വളരെ ചെറുതാണ് പുല്ല്. എന്നാൽ ഈ പ്രകൃതിയിൽ വലിയ റോളുകൾ ദൈവം പുല്ലിന് നൽകിയിട്ടുണ്ട്. പച്ച വിതച്ച പുല്ല് അനിയന്ത്രിതമായ ചൂടിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. സസ്യഭുക്കുകളായ ജന്തുക്കൾക്കും ആടുമാടുകൾക്കും ആഹാരമായി തീർന്നുകൊണ്ട് അവയെ രക്ഷിക്കുന്നു. മണ്ണ് ഒലിച്ചു പോകാതെ പിടിച്ചു നിർത്തുന്നു. പ്രകൃതിയെ മനോഹരമാക്കുന്നു. അങ്ങനെ പലതും. കാലികളുടെ ആഹാരമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് പുല്ലും പുൽത്തൊട്ടിലും കാലിത്തൊഴുത്തിന്റെ ഭാഗമാകുന്നത്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിൽ ഒരു പക്ഷേ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നായി മാറി. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ലൂക്ക 6:45. ഇതിന്റെ പശ്ചാത്തലത്തിൽ പിറവിയുടെ ഈ ഒരുക്കകാലത്ത് നാം നമ്മുടെ ഹൃദയ നിക്ഷേപങ്ങളെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ദൈവനിക്ഷേപം നഷ്ടപ്പെടുത്തിയാൽ മനുഷ്യന് ദൈവമകൻ ദൈവമകൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത നഷ്ടപ്പെടുന്നു. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ ഫലം പുറപ്പെടുവിക്കുക സാധ്യമല്ല. മനുഷ്യാവതാരം എന്നത് മനുഷ്യന് വീണ്ടും നന്മ പുറപ്പെടുവിക്കുവാനുള്ള ഒരു അവസരം നൽകുന്ന പ്രക്രിയയാണ്. മനുഷ്യ ഹൃദയത്തിലേക്ക് മിശിഹ എന്ന നല്ല നിക്ഷേപത്തെ ദൈവം നൽകി. മിശിഹായെ സ്വീകരിച്ച മനുഷ്യവംശം വീണ്ടും ദൈവമകൻ ദൈവമകൾ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരാകുന്നു. ഇനി ഞാനും ദൈവവും ഒന്നാണ്. അവനു വേണ്ടി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ അവൻ നമ്മളെ വിളിക്കുന്നു. ഈ ബോധ്യത്തോടെ നമുക്ക് ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങാം. നക്ഷത്രങ്ങൾ ചിരിതൂകിയ മാലാഖമാർ ഗീതം ആലപിച്ച ഉണ്ണീശോയുടെ ജന്മരാവിൻ്റെ ഈ ഓർമ്മ ദിനം സന്തോഷപൂർണ്ണമാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. നന്ദി. വർണ്ണനാതീതമാം ദൈവത്തിൻ ദാനമേ, ഓ ദിവ്യകാരുണ്യമേ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടെ കാൽവരിക്കുന്നിലെ തിരുയാഗമേ, വർണ്ണനാതീതമാം ദൈവത്തിൻ ദാനമേ, ഓ ദിവ്യകാരുണ്യമേ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടെ കാൽവരിക്കുന്നിലെ തിരുയാഗമേ. ആരാധന അങ്ങേക്കാരാധന, എന്നുമെന്നേരവും ആരാധന, ആരാധന അങ്ങേക്കാരാധന, എന്നുമെന്നേരവും ആരാധന, ആരാധന അങ്ങേക്കാരാധന, എന്നുമെന്നേരവും ആരാധന, ആരാധന
വചനമായി സർവ്വതും സൃഷ്ടിച്ചു കാലത്തിൻ തികവിൽ നീ മനുഷ്യനായി ആദിയിൽ വചനമായി സർവ്വതും സൃഷ്ടിച്ചു കാലത്തിൻ തികവിൽ നീ മനുഷ്യനായി ജീവന്റെ സമൃദ്ധിയേകുവാനപ്പമായി എന്നെന്നും ജീവിക്കും ദൈവപുത്ര ജീവന്റെ സമൃദ്ധിയേകുവാനപ്പമായി എന്നെന്നും ജീവിക്കും ദൈവപുത്ര ആരാധന അങ്ങേക്കാരാധന എന്നുമെന്നേരവും ആരാധന ആരാധന അങ്ങേക്കാരാധന എന്നുമെന്നേരവും ആരാധന ആരാധന അങ്ങേക്കാരാധന എന്നുമെന്നേരവും ആരാധന ആരാധന അങ്ങേക്കാരാധന എന്നുമെന്നേരവും ആരാധന കുരിശതിൽ ബലിയായി സർവ്വതുമർപ്പിച്ച് മനുഷ്യാവതാരം നീ സഫലമാക്കി കുരിശതിൽ ബലിയായി സർവ്വതുമർപ്പിച്ച് മനുഷ്യാവതാരം നീ സഫലമാക്കി ജീവിത മരുഭൂവിൽ നീട്ടിയ കൈകളിൽ എന്നെന്നും നീ എൻ്റെ പാഥേയമായി ജീവിത മരുഭൂവിൽ നീട്ടിയ കൈകളിൽ എന്നെന്നും നീ എൻ്റെ പാഥേയമായി വർണ്ണനാതീതമാം ദൈവത്തിൻ ദാനമേ ഓ ദിവ്യകാരുണ്യമേ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടെ കാൽവരി കുന്നിലെ തിരുയാഗം